ഒന്ന് പത്രോസ് 3-ാം അധ്യായത്തിൽ നിന്ന് ഒരു വിഷയം അല്പനേരം ചിന്തിക്കാം. 1 പത്രോസ് 3-ന്റെ 18-ാം വാക്യം മുതൽ. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്കു വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്നുവെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. ഇത്രയും 2-3 വേദഭാഗങ്ങളിൽ പറയുന്ന വിഷയം ഇവിടെ കർത്താവിൻ്റെ ജഡത്തിലുള്ള അവതാരം, കർത്താവിൻ്റെ ക്രൂശുമരണം, കർത്താവിൻ്റെ ആത്മാവിൽ ഉള്ള പുനരുത്ഥാനം എന്നീ കാര്യങ്ങളാണ് ഇവിടുത്തെ വിഷയം. ഈ വാക്യത്തിൻ്റെ കൃത്യമായ നിർവചനം അറിയാതെ പലരും തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ ഈ ഭാഗം പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവ് മരിച്ച് അടക്കപ്പെട്ടു. 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അപ്പം മരിച്ച് അടക്കപ്പെട്ട ഈ 2 ദിവസം യേശുക്രിസ്തു പാതാളത്തിൽ പോയി തടവിലുള്ള ആത്മാക്കളോട് ദൈവവചനം പ്രസംഗിക്കുമായിരുന്നെന്ന ഈ വ്യാഖ്യാനം. ഈ വ്യാഖ്യാനം അതിൻ്റെ പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് തള്ളിക്കളയാവുന്നതാണ്. കാരണം മരണമെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ, യേശുവിൻ്റെ ആയാലും ജീവന്റെ സമ്പൂർണമായ നാശമാണ് മരണം. ആ ജീവൻ ദൈവം തിരികെ നൽകുന്നില്ലെങ്കിൽ ആ മരണം നിത്യമായിരിക്കും, ആ നാശം സമ്പൂർണമായിരിക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജീവൻ കാൽവറി ക്രൂശിൽ അർപ്പിക്കപ്പെട്ടു. ആ ജീവൻ ദൈവം തിരികെ നൽകിയാൽ മാത്രമേ യേശു ജീവനുള്ളവനായി പുനരുത്ഥാനം ചെയ്യുകയുള്ളൂ. മരണനിദ്രയിലായിരിക്കുന്ന യേശു പാതാളത്തിൽ പോയി മാനസാന്തരം പ്രസംഗിച്ചെന്നവർ. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്? ഏത് ഉദ്ദേശം വെച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഏത് വാക്യമാണ്? ആത്മാവിൽ ജീവിക്കുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. അപ്പൊ ഇവിടെ ഈ വാക്യത്തിന് ഉള്ള ചേർച്ചയും ബന്ധവും എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യേശുക്രിസ്തു
ഒന്നാമത് ഭൂമിയിൽ വരും മുമ്പേ അവൻ ലോഗോസ് ആയിരുന്നു, അതായത് ദൈവത്തിൻ്റെ വചനം ആയിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ആദിയിലുണ്ടായിരുന്ന വചനം, അത് യേശുക്രിസ്തുവിൻ്റെ പേരാണ് വചനം എന്ന്. ആ വചനം പിതാവിൻ്റെ അടുക്കലായിരുന്നു. പിതാവിൻ്റെ അടുക്കൽ നിന്നും ആ വചനം ജഡമായി ഇവിടെ അവതരിച്ചു, അതായത് മനുഷ്യ ശിശുവായി അവതരിച്ചു, വളർന്നു. അവൻ പുരുഷപ്രായമായതിൻ്റെ ശേഷം ബലിയർപ്പിക്കപ്പെട്ടു. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ബലിമരണം അത് പൂർത്തിയായി. യേശു മരണനിദ്രയിൽ നിന്നും പുനരുത്ഥാനം പ്രാപിക്കുന്നു. അപ്പൊ യേശുവിൻ്റെ പുനരുത്ഥാനം ഏത് വിധത്തിലായിരുന്നു എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ ഈ വാക്യം എഴുതിയിരിക്കുന്നത്. എങ്ങനെയാ? ഇതിൻ്റെ 18-ാം വാക്യം തന്നെ, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ഇത് ക്രൂശുമരണത്തെക്കുറിച്ചാണ്. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനം, യേശു ആത്മജീവിയായിട്ടാണ് പുനരുത്ഥാനം ചെയ്തത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ആത്മജീവിയായിട്ട് പുനരുത്ഥാനം ചെയ്ത യേശു ഒരിക്കൽ ആത്മജീവിയായിരുന്നു. എപ്പോഴാ? അവൻ ലോഗോസായിരുന്നപ്പോൾ ആത്മജീവിയായിരുന്നു. ആ ആത്മജീവിയായി തന്നെ യേശു പുനരുത്ഥാനം ചെയ്തെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വാക്യം എഴുതി. അപ്പൊ യേശുക്രിസ്തു പണ്ട് ആത്മജീവിയായിരുന്നപ്പോൾ നോഹയുടെ കാലത്ത് അവിടെ ചെന്ന് പ്രസംഗിച്ച കാര്യമാണ് ഇവിടെ എഴുതി. നോഹയുടെ കാലത്ത് ജലപ്രളയം ദൈവം വരുത്തുന്നതിനെക്കുറിച്ചും അതിൽ മാനസാന്തരപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഒരു പെട്ടകമുണ്ടാക്കണമെന്ന് നോഹയോട് സംസാരിക്കുന്നതെല്ലാം യേശുക്രിസ്തുവാണ്. അന്ന് യേശുക്രിസ്തു ലോഗോസായിരുന്നു. അതല്ലാതെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് അടക്കപ്പെട്ട സമയത്ത് കിട്ടിയത് 2 ദിവസം കൊണ്ട് ചെയ്ത കാര്യമല്ല ഇവിടെ എത്തിയിരിക്കണേ. അതിനിവിടെ ചേർത്തിരിക്കുന്ന പദമുണ്ട്. ഏതാ? ആത്മാവിലവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത്. പണ്ടെന്നുള്ള പദം അവിടെ ചേർത്തിരിക്കുക. പണ്ടെന്ന് പറയുന്ന കാര്യമാണോ യേശുവിൻ്റെ ക്രൂശ് മരണം കഴിഞ്ഞ് 2 ദിവസമുള്ള കാര്യം? അതാണോ പണ്ട്? പണ്ട് യേശു പോയി പ്രസംഗിച്ച കാര്യം അവിടെ എഴുതിയിരിക്കണേ. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരുന്നു. ഏതാണ്ട് ഒരു 100 വർഷത്തെ പ്രസംഗം ഉണ്ടായിരുന്നു. 100 വർഷം കൊണ്ടാണ് ഈ പ്രസംഗവും ഈ പെട്ടകത്തിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തിയായത്. അപ്പോൾ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷങ്ങളിലെല്ലാം നോഹയിൽ കൂടെ സംസാരിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവാണ്. അതാ പണ്ട് കർത്താവ് പ്രസംഗിച്ചത്. അന്ന് കർത്താവ് ആത്മജീവിയായിരുന്നു. അതേ ആത്മജീവിയായിട്ട് തന്നെ കർത്താവ് പുനരുത്ഥാനം ചെയ്യുന്ന സ്ഥാപിക്കാനാണ് ഇവിടെ ആ വാക്യം ചേർത്തിരിക്കുന്നത്. ആ വാക്യത്തിൻ്റെ ചേർച്ചയും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാതെ വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത് അത് ദൈവവചനത്തിന് വിരോധമായി പറയുന്ന കാര്യങ്ങളാണ്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിവില്ലാതെ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശിക്ഷ നമുക്കുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. നോഹയുടെ കാലത്തുള്ള ആ അനുഭവം. അന്നൊരു ദുഷ്ടതലമുറ ഉടലെടുത്തു നോഹയുടെ കാലത്ത്. അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഈ തലമുറയെ നശിപ്പിക്കാൻ പോകും.
ഭൂമിയിൽ സകല ജഡവും തങ്ങളുടെ വഴി വഷളാക്കി. അങ്ങനെ ആ തലമുറ അടിമത്തത്തിൽ, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ, പൈശാചികമായ പ്രവർത്തനങ്ങളിൽ കുടുങ്ങിപ്പോയി. അവരെ അവരിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് അന്ന് പ്രസംഗം നടത്തിയത്. പക്ഷെ അവർ പിന്തിരിഞ്ഞില്ല. അവരൊന്നിനൊന്ന് വഷളായി തീരുകയും ചെയ്തു. അതുകൊണ്ട് ആ തലമുറയെ ദൈവം നിശേഷം നശിപ്പിച്ചു. എന്നിട്ട് നോഹയെയും കുടുംബത്തെയും രക്ഷിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷപ്പെടാം. അന്ന് പണ്ട് കർത്താവ് ആത്മജീവിയായിരുന്ന സമയത്ത് പോയി അന്ന് പ്രസംഗിച്ചിട്ട് രക്ഷപ്പെട്ടത് എത്ര പേരാ? 8 പേര്. 8 പേരാണ് ആ പ്രസംഗം കേട്ട് രക്ഷയിലേക്ക് വന്നത്. അപ്പോൾ ഈ വിധത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ചേരുംപടി ചേർത്ത് വേണം നമ്മൾ അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ പറയാനും പഠിപ്പിക്കാനും. ഇപ്പോൾ കർത്താവ് അപ്പോഴിപ്പോഴും അവൻ ആത്മജീവിയായി തീർന്നിരിക്കുന്നു. ഇനി കർത്താവിന് ജഡശരീരത്തിൽ ഈ ഭൂമിയിൽ വരുവാൻ കഴിയുന്ന അവസ്ഥയിലല്ല. കർത്താവ് ജഡശരീരത്തിൽ വരുവാൻ ഇടയായിത്തീർന്ന വസ്തുത ആദാമിൻ്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അത് നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കർത്താവ് ഭൂമിയുടെ ഭരണഭാരം ഏൽക്കുന്ന അവസ്ഥയിലാണ് ഇനി അവൻ്റെ വരവ്. അത് അദൃശ്യമായ വരവാണ്. മനുഷ്യ ദൃഷ്ടി കൊണ്ട് കർത്താവിനെ ഇനി ആർക്കും കാണുവാൻ കഴിയുന്നതല്ല. കാരണം അവൻ ആത്മജീവിയായി വീണ്ടും തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഇത്തരം പറഞ്ഞ് നമുക്ക് അവസാനിക്കും.